ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴയിലെ കയ്യേറ്റങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഈ മാസം 17-ാം തീയതിയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് കയ്യേറ്റങ്ങൾ നടന്നതായി കണ്ടെത്തിയത്. തങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണെന്നും പൂപ്പാറ നിവാസികൾ പറയുന്നു. എന്നാൽ നാട്ടുകാരുടെ ഭാഗം കേട്ടില്ലെന്നും ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഞങ്ങൾ നാളെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സീനിയർ അഡ്വക്കേറ്റിനെയും സുപ്രീം കോടതി അഡ്വക്കേറ്റിനെയും സമീപിച്ച് നിയമോപദേശങ്ങൾ തേടിയിട്ടുണ്ട്. ഒരു ഭാഗം കോടതി മുഖേന ഞങ്ങൾ അനുകൂല വിധി സമ്പാദിക്കാനും, മറിച്ച് ഈ സമരം കേരളം ഒട്ടാകെ ഈ സമരം അറിയിക്കുവാനും ഇടുക്കി ജില്ല ഒട്ടാകെ അറിയിക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഇടുക്കി എറണാകുളം ജില്ലയിൽ മറൈൻ ഡ്രൈവ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പുഴയുടെ നിയമലംഘനം ലംഘിച്ചുകൊണ്ട് അവിടെയെല്ലാം പണിതിരിക്കുന്നത്. അവിടെ ഇല്ലാത്ത ഒരു നിയമം പൂപ്പാറയ്ക്ക് മാത്രം ആ നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ നിയമം ഉത്തരവിടുകയാണെങ്കിൽ മുണ്ടക്കയവും വണ്ടിപ്പെരിയാറും മൂന്നാറും ചെറുതോണിയും അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലെ പുഴയോരത്ത് താമസിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിൽ ദോഷകരമായി ബാധിക്കും. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സാധാരണക്കാരുള്ള ഇത്ര ആളുകൾക്ക് നിയമോപദേശങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകണം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്.